ശിവൻ തൻ പുത്രനാണേ. वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. നമ്മുടെ കഥ തുടങ്ങുന്നത് ഹിമാലയത്തിന്റെ ഏറ്റവും വലിയ പർവ്വതമായ കൈലാസത്തിൽ. ഇവിടെ താമസിക്കുന്നത് ഗണേശന്റെ പിതാവ് ഭഗവാൻ ശിവശങ്കരനും മാതാവ് പാർവതീദേവിയും. ശിവന്റെ ഏറ്റവും നല്ല സേവകൻ നന്ദിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അസംഖ്യം സേനകളും. ഇവിടെ നിന്ന് തുടങ്ങുന്നു നമ്മുടെ പ്രിയ ബാലഗണേശന്റെ കഥ. ഒരിക്കൽ പാർവതീദേവി നന്ദിയോട് പറഞ്ഞു, നന്ദി, ഞാൻ നദിയിൽ കുളിക്കാനായി പോവുകയാണ്. ഞാൻ മടങ്ങി വരുന്നതുവരെ ആരെയും കൊട്ടാരത്തിലേക്ക് കടത്തിവിടരുത്. അങ്ങനെ ആകട്ടെ മാതാവേ. ഭോലേനാഥൻ ജയിക്കട്ടെ. വഴിയിൽ നിന്ന് മാറൂ, നമുക്കകത്തേക്ക് പോകണം. ക്ഷമിക്കണം പ്രഭോ, മാതാവ് പാർവതി പറഞ്ഞത് അത് ആരെയും അകത്തേക്ക് വിടരുതെന്നാണ്. എടോ മടയ, ഈ കൽപ്പന മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഞാൻ പാർവതിയുടെ ഭർത്താവ് പരമേശ്വരനാണ്, മനസ്സിലായോ? പ്രിയേ, അങ്ങ് ഇവിടെ എങ്ങനെ എത്തി? നന്ദി അങ്ങേ തടഞ്ഞില്ലേ? പ്രിയേ, അയാൾ എന്റെ ദാസനല്ലേ. അവൻ എന്ത് ധൈര്യമാണുള്ളത് നമ്മെ തടയാൻ?
അവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാ. അവൻ എന്റെ കൽപ്പനയെ ഇത്തരത്തിൽ നിരസിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ നാം നിന്റെ ഭർത്താവല്ലേ, നമ്മെ എന്തിനു തടയണം? അങ്ങ് പറയുന്നത് സത്യമാണ് പ്രഭു. പക്ഷെ നന്ദി എന്നെ അനുസരിക്കാത്തത് നീതി ആയില്ല. ക്രോധപ്പെടാതിരിക്കൂ പ്രിയേ, അവന് മാപ്പ് കൊടുക്കൂ. അവൻ അല്പബുദ്ധിയേ ഉള്ളൂ. ഇല്ല, നന്ദി ചെയ്തത് ശരിയായില്ല. പക്ഷേ അവൻ എന്തു ചെയ്യാനാകും? സ്വാമിയുടെ ഭക്തനല്ലേ. അവൻ അവന്റെ സ്വാമിയെ തടയാൻ ധൈര്യമുണ്ടാവില്ല. എനിക്ക് നല്ലൊരു സേവകന് വേണം. ബുദ്ധിമാനായ ഒരുവൻ, സാഹസി, ഞാൻ പറയുന്നത് അനുസരിക്കുന്നവൻ. ഞാൻ തന്നെ ഒരാളിനെ സൃഷ്ടിക്കും.
ഇന്ന് നമുക്ക് 8 മണിക്കൂർ കാവലുണ്ട്, മനസ്സിലായോ? ആ, എന്തും സംഭവിക്കാം. എല്ലാവരും വളരെ ശ്രദ്ധിച്ചോളണം. ഇവിടെ വാ 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 വാ. ഗണേശ, ആ, പുത്ര ഗണേശ, എന്താ അമ്മേ? പുത്ര ഗണേശ, അമ്മേ, നോക്കൂ, ഞാൻ കുളിക്കാനായി നദിയിൽ പോവുകയാണ്. നീ കവാടത്തിൽ ഇരിക്കണം. ഞാൻ കുളി കഴിഞ്ഞു വരുന്നത് വരെ ആരെയും അകത്തേക്ക് വിടരുത്, കേട്ടല്ലോ? ശരി അമ്മേ. ഞാൻ ആരെയും അകത്ത് വിടില്ല. അമ്മ ധൈര്യമായി കുളിക്കാൻ പോയിക്കോളൂ. കളിക്കാനുള്ള ചിന്തയിൽ ഒരിക്കലും മറന്നുപോകരുത്. ഇല്ല അമ്മേ, അമ്മ സംശയിക്കരുത്. ആ? ആ? ഉം. ക്ഷമിക്കണം പ്രഭു, അകത്തേക്ക് പോവാൻ പറ്റില്ല. മിടുക്കൻ കുഞ്ഞെ, നീ ആരാണ്? എന്തിനാണ് നമ്മുടെ വഴി തടഞ്ഞത്? ഞാൻ ഗൗരിപുത്രൻ ഗണേശനാണ്. മാതാവിന്റെ കൽപ്പന അനുസരിക്കുകയാണ്. മാതാവിന്റെ നിർദ്ദേശം തിരിച്ചു വരുന്നത് വരെ ആരെയും അകത്തു പോകാൻ അനുവദിക്കരുതെന്നാണ്. അത് കൊള്ളാം. പക്ഷേ ഈ കൽപ്പന നമുക്ക് വേണ്ടിയല്ല. എന്തെന്നാൽ നാം അവരുടെ ഭർത്താവ് ശിവശങ്കരനാണ്. മുന്നിൽ നിന്നും മാറൂ. ഒരിക്കലുമില്ല. എന്റെ മാതാവ് സമ്മതിക്കുന്നത് വരെ ഞാൻ ആരെയും അകത്തേക്ക് കടത്തിവിടുന്നതല്ല. നിർബന്ധം പിടിക്കരുതേ ബാലക. മുന്നിൽ നിന്ന് മാറാൻ. അസാധ്യമാണ്. നോക്കൂ, നിനക്കെന്റെ ക്രോധമറിയില്ല. വഴിമാറി നിൽക്ക്, ഇല്ലെങ്കിൽ പരിണാമം നന്നായിരിക്കില്ല. പരിണാമം എന്തുമായിക്കോട്ടെ. സൂര്യൻ കിഴക്കുദിച്ചില്ലെങ്കിലും ചന്ദ്രൻ വഴി മാറിയില്ലെങ്കിലും ഞാൻ എന്റെ ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്ന പ്രശ്നമേ ഇല്ല. അധിക പ്രസംഗി. അരുത് അരുത്, ശാന്തനായാലും പ്രഭു. കൊച്ചുകുട്ടിയല്ലേ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. മനസ്സിലായിട്ട് അനുസരിച്ചില്ലെങ്കിൽ പിടിച്ചു പുറത്തെറിയ. കുഞ്ഞെ ഗണേശ, നിനക്ക് എന്റെ സ്വാമിയുടെ ദേഷ്യത്തെ പറ്റി അറിയില്ല. ഭയപ്പെടുത്തരുത്. ഇനി ധൈര്യമുണ്ടെങ്കിൽ എന്നെ പിടിച്ചു മാറ്റ്. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് ചെറുക്ക. പേടിത്തൊണ്ടൻ, പേടിത്തൊണ്ടൻ. ആഹാ, അങ്ങനെയാണോ? എന്നാൽ എന്റെ ശക്തി കാണിച്ചു തരാം. സേനാപതി, നമ്മുടെ സൈന്യത്തോടൊപ്പം ചെല്ലൂ. ആ തന്റേടി ബാലനെ പിടിച്ചു മാറ്റൂ. കൽപ്പന പോലെ പ്രഭു. വരൂ എന്നോടൊപ്പം എല്ലാവരും. അതാദിക്കുന്നു.
അനർത്ഥം, അനർത്ഥം. ഭഗവാൻ ശിവശങ്കരൻ ദേഷ്യപ്പെട്ട് ഇതെന്താ കാണിക്കുന്നത്? ബാലഗണേശനെ സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് പകരം അവനെ കീഴ്പ്പെടുത്താൻ സേനയെ നിയോഗിച്ചിരിക്കുന്നു. നമുക്കിടപെടേണ്ട സ്ഥിതിയാണ്. നിർത്തൂ. എന്താ ഈ കാണിക്കുന്നത്? ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇത്രയും സൈനികർ പൊരുതുന്നോ? മാറിപ്പോകൂ. പുത്ര ഗണേശ, നിനക്കും ഇങ്ങനെ പൊരുതേണ്ടതില്ലായിരുന്നു. ഞാനല്ല ഇതൊക്കെ ചെയ്യുന്നത്, പിതാവാണ്. നിനക്കു പിതാവിന്റെ നിർദ്ദേശം അനുസരിക്കാമായിരുന്നു. വഴിയിൽ നിന്നും മാറിക്കൊടുക്ക. പിതാവിന്റെ നിർദ്ദേശം പാലിച്ചാൽ മാതാവിന്റെ നിർദ്ദേശം ഞാൻ എന്തു ചെയ്യും? മാതാവിന്റെ കൽപ്പന ഞാൻ ഒരിക്കലും നിന്ദിക്കില്ല. തർക്കിക്കരുത്. മുതിർന്നവരെ അനുസരിക്കണം. വഴി മാറിക്കൊടുക്ക. ഞാൻ ഏറ്റവും വലിയ സ്ഥാനം നൽകുന്നത് മാതാവിനാണ്. ഞാൻ മാറുകയില്ല. ഇവനെ യുക്തി ഉപയോഗിച്ച് തന്നെ മാറ്റണം. ഇല്ലെങ്കിൽ ശങ്കര ഭഗവാന് ക്രോധം വർദ്ധിച്ച് അനർത്ഥം തന്നെ സംഭവിക്കും. നോക്കൂ ബാലക, നീ ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് ഞാനൊരു സമ്മാനം തരാം. സമ്മാനം തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഇത് നല്ല കാര്യമല്ല ബ്രഹ്മദേവ. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. മാറി നിൽക്ക. ഇല്ലെങ്കിൽ അങ്ങ് പേടിപ്പിക്കരുത്. ഞാൻ ഒരിക്കലും ഭയപ്പെടില്ല. ഇവനെ നേരെയാക്കാൻ ബലം പ്രയോഗിക്കേണ്ടി വരും. നിനക്കു ശിക്ഷ തന്നേ മതിയാകൂ. ഈ ബാലകന് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത് ശരിയായിരിക്കില്ല.
ഘോരമായ അനർത്ഥം സംഭവിക്കാൻ പോകുന്നു. എന്തു സംഭവിച്ചു പ്രഭു? അങ്ങ് എന്തിനാ പരിഭ്രമിക്കുന്നത്? എല്ലാം മംഗളമല്ലേ? ദേവി, ഭഗവാൻ ശങ്കരന്റെ ക്രോധം അതിര് കടന്നിരിക്കുന്നു. ഭഗവാൻ താണ്ഡവ നൃത്തമാടുകയാണ്. ശിവശങ്കരൻ താണ്ഡവമാടുന്നു. അപ്പോൾ തീർച്ചയായും എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു. അതെ, നമുക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ശാന്തനാക്കാൻ കൈലാസത്തിൽ പോകേണ്ടതുണ്ട്. പ്രഭു, ഞാനും അങ്ങയോടൊപ്പം വരുന്നു. ഇക്കാര്യത്തിനായി ഞാൻ സഹോദരി പാർവതിയെയും കാണും. സ്വാമി എന്റെ പുത്രനെ വധിച്ചുവോ? പുത്ര ഗണേശ, പുത്ര ഗണേശ, ഇതെന്താ കാട്ടിയത് പ്രാണനാഥ? ക്രോധത്തിൽ സ്വന്തം പുത്രനെ തന്നെ വധിച്ചുവോ? നിങ്ങൾ എല്ലാ ദേവന്മാരും ഒന്നും മിണ്ടാതെ നിന്ന് തമാശ കാണുകയാണ്. ആർക്കും ഈ പിഞ്ചു ബാലനോട് ദയ തോന്നിയില്ലേ? എന്താ, ഒരു പിഞ്ചു ബാലനെ കീഴ്പ്പെടുത്തുന്നത് വലിയ കാര്യമാണോ? എല്ലാ ദേവന്മാരും ഇവിടെ സന്നിധരല്ലേ? പറയൂ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? അങ്ങയുടെ ക്രോധം അവസാനിച്ചോ? ഈ പിഞ്ചു ബാലന്റെ പ്രാണൻ എടുത്തപ്പോൾ മതിയായില്ലെങ്കിൽ എന്റെയും ജീവൻ എടുത്തോളൂ. എനിക്ക് എന്റെ മകനെ തിരിച്ചു വേണം, ജീവനോടെ. അങ്ങക്ക് ഈ ജീവൻ ദാനം നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞാനും പ്രാണൻ ത്യജിക്കും. ഇതെന്താണ് പറയുന്നത് ദേവി? ഞാൻ ന്യായം ചോദിക്കുകയാണ്. എന്റെ പുത്രൻ നിരപരാധിയാണ്. അവൻ എന്റെ കൽപ്പനകൾ അനുസരിക്കുകയായിരുന്നു. ക്ഷമിക്കൂ ദേവി, ഇത് അസാധ്യമാണ്. എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുന്നതും അസംഭവം തന്നെ. ഈ സമയം എന്റെ പുത്രന് പുനർജീവൻ നൽകിയില്ലെങ്കിൽ ഞാനും ഈ ക്ഷണം പ്രാണൻ ത്യജിക്കും. അങ്ങ് ക്രോധം മൂത്ത് സ്വന്തം പുത്രനെ തന്നെ വധിച്ചുവോ ശിവശങ്കര? ഭോലേനാഥ്, ഇനി അങ്ങ് ദേവി പാർവതിയുടെ ആഗ്രഹം സ്വീകരിച്ച് ബാലഗണേശന് പുനർജീവൻ കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ദേവിയുടെ ക്രോധത്തിന്റെ അഗ്നി എല്ലാ സൃഷ്ടികളെയും ഭസ്മമാക്കും. വാസ്തവത്തിൽ ദേവി പാർവതിയുടെ ആഗ്രഹം അനുചിതമല്ല. ക്രോധത്തിൽ അങ്ങ് ഈ പ്രവൃത്തി ചെയ്തതിന് ഇത് തന്നെയാണ് പ്രായച്ചിത്തമെന്ന് തോന്നുന്നു ശിവശങ്കരൻ. അഹങ്കാരം വെടിഞ്ഞ് ദേവി പാർവതിയുടെ പ്രാർത്ഥന സ്വീകരിക്കൂ ഭോലേനാഥൻ. ഇത് അസാധ്യമാണ്. നമ്മുടെ ആയുധം കൊണ്ട് ആരുടെയാണ് തല ശരീരത്തിൽ നിന്നും മുറിഞ്ഞു വീഴുന്നത് വീണ്ടും യോജിപ്പിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ഇതിന് മറ്റു ഉപായങ്ങളുണ്ട്. മറ്റേതെങ്കിലും ബാലകന്റെ ശിരസ്, അത് അങ്ങയുടെ ആയുധത്തിനിരയാകാത്തത്, ബാലകൻ ഗണേശന്റെ കഴുത്തിൽ യോജിപ്പിക്കാം. ആലോചിച്ച് സമയം പാഴാക്കരുത്. എത്രയും വേഗം അങ്ങയുടെ ഗണങ്ങളോട് ആജ്ഞാപിക്കൂ. പോകൂ, ഏതെങ്കിലും ഇതുപോലൊരു കുട്ടിയുടെ ശിരസ്സുമായി വരൂ. അവന്റെ മുഖം വടക്കു ദിശയിലും അവന്റെ അമ്മ അവന് നേരെ തിരിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലുമായിരിക്കണം. കൽപ്പന പോലെ പ്രഭു. ഒട്ടും താമസിക്കരുത്. സമയം കഴിഞ്ഞു പോയാൽ പിന്നെ ഒന്നും ചെയ്യാനാവില്ല. അങ്ങനെ ആവട്ടെ പ്രഭു, വരൂ.
അങ്ങോട്ട് നോക്ക്. മഠയന്മാരെ, ഇതെന്താ കൊണ്ടുവന്നത്? പ്രഭോ, അങ്ങ് കൽപ്പിച്ചതുപോലെ അതനുസരിച്ച് കിട്ടിയതാണിത്. ഞങ്ങൾ അതേ ശിരസ് തന്നെ എടുത്തുകൊണ്ടുവന്നു. ആനയുടെ തലയോ? ആലോചിച്ച് നിൽക്കേണ്ട സമയമല്ല ശിവശങ്കരൻ. ഈ ശിരസ് തന്നെ യോജിപ്പിച്ച് ബാലകൻ ഗണേശനെ ജീവിപ്പിക്കൂ. നോക്കൂ ദേവി, ഇവന് ജീവൻ കിട്ടി. അങ്ങ് ഇവന് ജീവൻ നൽകി പ്രഭു. പക്ഷെ ഇവനെ കാണുമ്പോൾ എല്ലാവരും നോക്കി കളിയാക്കുകയില്ലേ പ്രഭു? വെറുതെ വിഷമിക്കരുത് ദേവി, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാൻ ഇവന് വരം നൽകാം. യുഗയുഗങ്ങളിൽ ലോകം ഇവനെ പൂജിക്കും. ഈ അത്ഭുത ബാലൻ പൃഥ്വിവാസികൾക്ക് മംഗളമായി ഭവിക്കും. ഞാനിവന് വരം നൽകുകയാണ്. ഏതൊരു ശുഭകാര്യത്തിനും ആദ്യമായി തന്നെ ഗണേശനെയാണ് പൂജിക്കേണ്ടത്.
ബാലൻ വിദ്യയുടെയും ബുദ്ധിയുടെയും പ്രതീകമായിരിക്കും. എല്ലാ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും ഇവനെ കുടിയിരുത്തും. ലോകം മുഴുവൻ ഇവന് ലഡ്ഡു ഭക്ഷണമായി നൽകും. നമ്മുടെ പുത്രൻ അതീവ ബലശാലിയും ബുദ്ധിമാനുമായിരിക്കും. നാം ഇന്നു മുതൽ ഗണേശനെ ഗണസേനയുടെ സേനാപതിയാക്കുകയാണ്. മാതാവി, വളരെ നന്നായി വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ വേണം. ഇതാ പുത്ര, ഈ പഴം കഴിക്ക്. എനിക്ക് പഴം വേണ്ട, മോദകം വേണം. എടാ വയറാ, എത്ര മോദകം നീ കഴിച്ചു? ഇതാ 2 എണ്ണം. ഇതൊന്നും ആവില്ല. ശരി, ഇതാ 2 എണ്ണം കൂടെ മതിയല്ലോ. പാവം ഇതെന്ത് കഴിക്കും? ഈ പാവം എന്റെ വായ നക്കുമോ? ഈ എലി മോദകം തിന്നുമോ? ഇതാ നീയും കഴിക്ക്. മൂഷിക, നീ പഴം തിന്നാ മതി. ലഡ്ഡു കഴിച്ച് പൊണ്ണത്തടിയായ പിന്നെ ഓടാൻ പറ്റില്ല. ഗണേശന് ഇതുപോലെ കളിക്കും ഹായിക്കും ഗണങ്ങളെ, നിങ്ങളൊക്കെ വലിയ ബുദ്ധിമാന്മാരാണല്ലോ. ഒരു ചോദ്യത്തിന്റെ ഉത്തരം തരുമോ? ചോദിക്കേ. നോക്ക്, ഉത്തരം തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പുറത്ത് കയറിയിരുന്ന് സവാരി ചെയ്യും. അതിന്റെ ആവശ്യം വരില്ല. ശരി, എന്നാ പറ, ആ മുകളിലിരിക്കുന്ന എലിയുടെ അതിന്റെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ട്?
എനിക്കറിയില്ല, നീ പറ. തീർച്ചയായും പറയാം. അതിന്റെ ശരീരത്തിൽ 10,000 കോടി മുടികളുണ്ട്. എങ്ങനെ? നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ എണ്ണി നോക്ക്. അതിപ്പോ ശരിയാ പറഞ്ഞത്. നന്ദിയുടെ പുറത്ത് നിന്നും ഇറങ്ങു ഗണേശ. അവൻ നിന്റെ പിതാവിനെ അല്ലാതെ മറ്റാരെയും പുറത്ത് കയറ്റില്ല. ഗണേശ, ബാലക ഗണേശ, നാരദ മുനി ഇപ്പൊ ഉണ്ടല്ലോ, മാതാവ് പാർവതിക്ക് എന്തുമാത്രം മോദകം കൊണ്ട് കൊടുത്തെന്നറിയാമോ? അപ്പോ മാതാവ് പാർവതി പറഞ്ഞത്, ഇത് ഞാൻ ഒളിച്ചു വയ്ക്കും, ഇല്ലെങ്കിൽ ഗണേശൻ കൊണ്ടുപോയത് തന്നെ. വാ, നമുക്ക് പോയി തിരയാം. എടോ എഴിയടോ. പ്രഭു, മുകളിലേക്ക് നോക്കണം, അവിടെയാണ് ലഡ്ഡു. ഇത് ഭയങ്കര ഉയരത്തിലാ. ഞാൻ നിന്റെ മുകളിൽ കയറി എടുക്കാൻ നോക്കാം. എന്നാ കേറിക്കോ, കേറിക്കോ. വേഗം 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 വേഗം. പെട്ടെന്നാവട്ടെ. കുറച്ചും കൂടി പൊക്ക്. എത്തണില്ല. പാർവതിയമ്മ, പാർവതിയമ്മ. ഞാനൊന്നും ചെയ്തില്ല അമ്മേ. ഈ മോദകം മുഴുവൻ ഈ മൂഷികൻ തള്ളിയിട്ടതാ. ഇവനാ മുകളിൽ കയറിയത്. ദാ കണ്ടില്ലേ അമ്മേ, എന്റെ കൈ പോലും എത്തില്ല. എത്രയാ നിങ്ങളൊക്കെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നേ? 2 എണ്ണം കിട്ടി. കള്ള കയ്യിലെന്താ നോക്കട്ടെ. എന്ത് ചെയ്യാനമ്മേ, അമ്മയ്ക്കറിയില്ലേ എനിക്ക് ലഡ്ഡു എത്ര ഇഷ്ടാണെന്ന്. ആഹാ, കുസൃതി.
പാർവതിപുത്രൻ നൃത്തമാടി. ശങ്കരന്റെ ഉടുക്കുകൊട്ടി പാർവതിപുത്രൻ നൃത്തമാടി. അതുകണ്ടാടി ലോകം മുഴുവൻ ജയ് ഗണേശനൊപ്പം. ശങ്കരന്റെ ഉടുക്കുകൊട്ടി പാർവതിപുത്രൻ നൃത്തമാടി. അതുകണ്ടാടി ലോകം മുഴുവൻ ജയ് ഗണേശനൊപ്പം. മോദകം കണ്ടൊരു വെപ്രാളത്തിൽ മൂഷികരെല്ലാം ഓടിമറഞ്ഞു. മോദകം കണ്ടൊരു വെപ്രാളത്തിൽ മൂഷികരെല്ലാം ഓടിമറഞ്ഞു. വിഘ്നവിനായകൻ സങ്കടമോചനൻ വക്രതുണ്ടനാം ഗണപതി ഭഗവാൻ. കളിച്ചു ചിരിച്ച ബാലഗണേശൻ ഭക്തജനപ്രിയ ബാലഗണേശൻ. പാടി തിമിർത്തവരൊന്നും പാർവതി വന്നത് കണ്ടില്ല. കോപം പൂണ്ട പാർവതി ദേവിയെ കണ്ടു മൂഷികർ വിരണ്ടോടി. ഇതൊന്നും അറിഞ്ഞേ കണ്ടേയില്ല ഗണേശൻ മറന്നു മറിഞ്ഞാടി. ഗണേശ, എന്തൊരു ബഹളമാ! ശബ്ദമുണ്ടാക്കരുത്. നിന്റെ പിതാവ് അവിടെ ധ്യാനത്തിലിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഏകാഗ്രത നശിപ്പിക്കരുത്. ശരി അമ്മേ. അദ്ദേഹത്തിന്റെ ഒന്നും എടുത്ത് നശിപ്പിക്കരുത്. വളരെ ദേഷ്യപ്പെടും. ബാലക നിരഞ്ജൻ, ബാലക നിരഞ്ജൻ. പ്രണാമം ആചാര്യ. ചിരഞ്ജീവി ഭവ. നാം നിന്റെ പിതാവ് ഭോലേനാഥനെ ദർശിക്കാൻ വന്നതാണ്. ക്ഷമിക്കണം ഋഷിവര്യ, അദ്ദേഹം ധ്യാനത്തിലാണ്. ഇപ്പോൾ ദർശനത്തിന് സാധ്യമല്ല. നാം ഇത്ര ദൂരെ നിന്ന് അത്യാവശ്യ കാര്യത്തിന് വന്നതാണ്. അദ്ദേഹത്തിന്റെ ദർശനം ആവശ്യമായിരിക്കുന്നു. ധ്യാനം മുടങ്ങിയാലുണ്ടല്ലോ ഭയങ്കര ക്രോധവാനാകും. അങ്ങ് പിന്നെ വന്നാൽ മതി. നീ അതിഥിയെ അപമാനിക്കുകയാണോ ബാലക? ഞാൻ ഭോലേനാഥനെ കണ്ടേ മടങ്ങൂ. ഇത് അസാധ്യമാണ് മുനിവര്യ. അജ്ഞാനിയായ ബാല, നിനക്ക് പരശുരാമന്റെ ക്രോധം ശരിക്കും അറിയില്ല. ഞാൻ ഭീഷണിയിൽ ഭയപ്പെടില്ല മുനിവര്യ. തൽക്കാലം അങ്ങ് മടങ്ങിപ്പോയാലും. ഇത് നമ്മെ അപമാനിക്കലാണോ? ഇന്നുവരെ ദേവന്മാർക്ക് പോലും ഇല്ലാത്ത ധൈര്യം. നീ എന്റെ മാർഗം തടഞ്ഞു. അങ്ങയുടെ അഹങ്കാരത്തിന്റെ മറുപടി എന്നിലുണ്ട് മുനിവര്യ. മുന്നോട്ട് വരരുത്.
ഭയങ്കര സാഹസികനാണോ നീ ബാല? ഇനി നീ എന്റെ ശക്തി കാണാൻ പോവുകയാണ്. പരശുരാമന്റെ ആയുധത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് ഗണേശൻ ആ പ്രഹരം തന്റെ പല്ലിൽ വഹിച്ചു. ഗണേശ, പരശുരാമ, ക്ഷമിക്കണം ഭോലേനാഥ, ക്ഷമിക്കണം. ക്രോധത്തിൽ നമുക്ക് ഭയങ്കര അബദ്ധങ്ങൾ പിണഞ്ഞു. ഇത്രയും ക്രോധം? നിങ്ങളൊക്കെ മുനിമാരല്ലേ? ഇതിനു വേണ്ടിയാണ് വരം ചോദിക്കുന്നത്? അറിവില്ലാത്ത ബാലന്മാരെ കീഴ്പ്പെടുത്താൻ? ക്ഷമിക്കണം പാർവതി ദേവി, ക്ഷമിക്കണം. അപചാരിതമായി നമുക്കുണ്ടായ തെറ്റാണിത്. ക്ഷമിക്കണം മാതേ, ക്ഷമിക്കണം. അങ്ങേക്ക് ക്ഷമ തന്നാലും ഇല്ലെങ്കിലും എന്റെ പുത്രന്റെ പല്ല് യോജിപ്പിക്കാനാകുമോ മുനിവര്യ? യോജിപ്പിക്കാൻ പറ്റില്ല ദേവി. എന്നാൽ ഈ മുറിഞ്ഞുപോയ പല്ല് നഷ്ടമായി പോവില്ല. അതോടെ ഗണേശന് ഏകദന്തൻ എന്ന നാമവും ലഭിച്ചു. സാഹസം ഇതൊക്കെ ധർമ്മഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് കാവേരി നദിയുടെ ജന്മം. കണ്ടു നോക്കൂ, രസമായിരിക്കും. ഒരിക്കൽ ശൂർപ്പദമൻ എന്നു പേരുള്ള ഒരു രാക്ഷസൻ കഠിനമായ തപസ്സിൽ ഭഗവാൻ ശങ്കരനെ പ്രീതിപ്പെടുത്തി. നാം നിന്റെ തപസ്സിൽ പ്രസന്നനായിരിക്കുന്നു ശൂർപ്പദമൻ. ചോദിക്കൂ, എന്തു വരമാണ് വേണ്ടത്? ഭോലേനാഥൻ വിജയിക്കട്ടെ. ഞാൻ ധന്യനായി പ്രഭു അങ്ങയുടെ ദർശനം ലഭിച്ചതിൽ. എനിക്ക് വരം നൽകിയാലും ഞാൻ അജയനാകട്ടെ. ഒരാൾക്കും എന്നെ പരാജയപ്പെടുത്താനാകരുത്. അങ്ങനെ ഭവിക്കട്ടെ. ഞാൻ അജയനായി കഴിഞ്ഞു. ഇനി എന്നെ ആരും പരാജയപ്പെടുത്തില്ല. ഇനി ദേവഗണങ്ങൾ എന്റെ കൈക്കുള്ളിലാകും. ഈ രാക്ഷസന് ലഭിച്ച വരദാനത്തിലൂടെ ദേവഗണങ്ങൾ പൊറുതിമുട്ടി. ഈ രാക്ഷസൻ ദേവഗണങ്ങളെ തോൽപ്പിച്ച് ബന്ദികളാക്കാൻ തുടങ്ങി. ഇന്ദ്രദേവൻ വളരെ കഷ്ടിച്ചാണ് ജീവനും കൊണ്ട് ഓടിയത്. രാക്ഷസ രാജാവേ, എല്ലാ ദേവന്മാരെയും ബന്ദിയാക്കി കഴിഞ്ഞു. എന്നിട്ടും ദേവേന്ദ്രൻ രക്ഷപ്പെട്ടു. ഒടുവിൽ ദക്ഷിണ ഭാരതത്തിലെ പർവ്വതത്തിൽ ചെന്നൊളിച്ചിരിക്കുകയാണ്. അവനെയും കണ്ടുപിടിച്ച് ബന്ദിയാക്ക. ഞാൻ കൈലാസത്തിൽ ചെന്ന് മടങ്ങി വരാം, എന്റെ ഇഷ്ടദേവൻ ശങ്കരനെ കാണാൻ. എവിടെ പേടിച്ചോടുന്നു വരണ ദേവാ? ഇനി നിങ്ങൾ നിങ്ങളുടെ രക്ഷ ആഗ്രഹിക്കുന്നുവെങ്കിൽ
അവിടെ നിൽക്ക്. ഞാൻ നിങ്ങളെ ബന്ദിയാക്കില്ല. സത്യമാണോ? നീയും മറ്റു ദേവന്മാരെ പോലെ എന്റെ ബന്ദിയാകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്ക്. എന്താ വേണ്ടത്? എന്റെ പരാക്രമം കണ്ട് ഇന്ദ്രദേവൻ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. ദക്ഷിണ ഭാരത നിവാസികൾ അയാളെ ഒളിപ്പിച്ചു വെച്ച് എന്നോട് കപടത കാട്ടി. അവർക്കതിന്റെ ശിക്ഷ കിട്ടും. നീ മേഘം കൊണ്ടുപോയി അടച്ചിടണം. ഒരു തുള്ളി വെള്ളം പോലും ആ ദേശത്ത് പെയ്യരുത്. ഉഷ്ണത്തിൽ ഉരുകിയാൽ അപ്പോൾ ഇന്ദ്രനെ എന്റെ മുന്നിൽ കൊണ്ടുവരും. ഞാൻ എന്താ പറഞ്ഞത് അതുപോലെ ചെയ്യ. ഇല്ലെങ്കിൽ നീയും. ഞാൻ സങ്കടത്തിലായി. ഈ ദുഷ്ടന്റെ കൽപ്പന അനുസരിക്കണം. വരുണദേവന്റെ കർമ്മത്തിൽ ദക്ഷിണ ഭാരതം മുഴുവൻ വരൾച്ച പൂണ്ടു. അവിടത്തെ ദയനീയ കാഴ്ച കണ്ട് അഗസ്ത്യമുനി വിഷമിച്ചു. അദ്ദേഹം ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ യജ്ഞം ചെയ്യാൻ തുടങ്ങി. ബ്രഹ്മദേവാ സ്വാഹ. ബ്രഹ്മദേവാ സ്വാഹ. ഓം ബ്രഹ്മദേവായ സ്വാഹ. ഓം ബ്രഹ്മദേവായ സ്വാഹ. ഓം ബ്രഹ്മദേവായ സ്വാഹ. ആരോ നമ്മെ പ്രതീക്ഷിക്കുന്നു. ബ്രഹ്മദേവാ സ്വാഹ. ബ്രഹ്മദേവാ നമോ ബ്രഹ്മ. നമോ ബ്രഹ്മ. നാം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു അഗസ്ത്യ. പറയൂ, എന്താ പ്രതീക്ഷിക്കുന്നത്? പ്രണാമം ബ്രഹ്മദേവ. പ്രഭു, അങ്ങ് ഈ ദേശത്തിന്റെ അവസ്ഥ കാണുന്നില്ലേ? വെള്ളത്തിന്റെ ഒരു തുള്ളി പോലുമില്ല. മനുഷ്യരും പശുക്കളും പക്ഷിയും മറ്റു ജീവജാലങ്ങളും ചത്തൊടുങ്ങുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് കൈലാസത്തിൽ ചെന്ന് ഭഗവാൻ ശങ്കരനെ കാണണം. ഭഗവാന്റെ മുടിയിൽ നിന്നാണ് ഗംഗ ഒഴുകുന്നത്. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അങ്ങ് നിർദ്ദേശിച്ചതുപോലെ തന്നെ പ്രഭു. മൂഷികവീര, നിനക്ക് മീശ മുളച്ചോ?
അയ്യോ, ഇത് അഗസ്ത്യ മുനിയല്ലേ? ഇത് വളരെ വലിയൊരു സന്യാസിയാ. മിണ്ടരുത്. നാം പോവുകയാണ് പ്രഭു. ഇനി മുനിവര്യൻ ഈ ജലവുമായി ദക്ഷിണ ഭാരതത്തിൽ പോകും. നമുക്കും പോയാലോ? ഞാൻ ദക്ഷിണ ഭാരതത്തിലെ പ്രദേശങ്ങളൊന്നും കണ്ടിട്ടേയില്ല. മുനിവര്യനോട് ചോദിക്ക്, നമ്മളെ കൂടി കൊണ്ടുപോകുമോന്ന്. ചോദിച്ചാൽ ഒരിക്കലും കൊണ്ടുപോവില്ല. നമുക്ക് മിണ്ടാതെ മുനിവര്യന്റെ പുറകെ നടക്കാം. ഇത്രയും ദൂരമോ? ഞാൻ തളർന്നു പോകും പ്രഭു. എന്തിനാ പേടിക്കുന്നത്? വാ, നല്ല രസായിരിക്കും. മിണ്ടാതെ വാ. കണ്ടില്ലേ, പശുക്കളും പക്ഷികളും വെള്ളമില്ലാതെ ദാഹിച്ചു വലയുന്നു. മുനിവര്യനാണെങ്കിൽ വിശ്രമിക്കുകയും. ഞാൻ തളർന്നു പോയി പ്രഭു, നടന്ന് നടന്ന്. മുനിവര്യനും തളർന്നു. ഇനി ഒരു പക്ഷെ ഉറങ്ങിപ്പോയാൽ വെറുതെ സമയം പാഴാകും. നമുക്കിപ്പോ എന്ത് ചെയ്യാനാകും? എനിക്കൊരാശയം കിട്ടി. നീ ഇവിടെ ഇരുന്ന് കണ്ടോ. അയ്യോ പ്രഭു. ഇല്ല, കമഴ്ത്തിക്കളഞ്ഞോ ദുഷ്ട? എന്താ ഈ കാണിച്ചത്? എന്റെ എല്ലാ അധ്വാനവും നശിപ്പിച്ചില്ലേ? കറുത്ത ദുഷ്ടൻ കാക്കെ, നാം നിന്നെ ശപിക്കുകയാണ്. ഗണേശൻ, ഗണേശൻ. ക്ഷമിക്കണം മുനിവര്യ, സമയം പാഴായി പോകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ കർമ്മം എളുപ്പമാക്കി. അത് കണ്ടില്ലേ?
ധന്യനായി പ്രഭു, നാം ധന്യനായി. തിരിച്ചറിയാൻ താമസിച്ചു, അതുകൊണ്ട് നമുക്ക് മാപ്പ് തരണം. ഇല്ല മുനിവര്യ, അങ്ങ് പൃഥ്വി ലോകത്തുള്ളവർക്കായി വളരെ വലിയ കാര്യമല്ലേ ചെയ്തത്. യുഗയുഗങ്ങളായി ഇനി മുതൽ ഈ കാവേരി നദി ഒഴുകിക്കൊണ്ടിരിക്കും. ഈ ജലം ജീവസസ്യജാലങ്ങൾക്ക് ജീവൻ നൽകും. ഗണേശൻ അങ്ങോട്ട് പോയി. നമുക്ക് എല്ലാവർക്കും ഇത് കേൾക്കൂ മിത്രങ്ങളെ, ഒരു ശുഭവാർത്തയുണ്ട്. എന്റെ ഇളയ സഹോദരൻ എത്തിയിട്ടുണ്ട്. അതെയോ? അതുകൊണ്ടാണോ ലഡ്ഡു വിതരണം ചെയ്യുന്നത്? വിതരണം ചെയ്യുകയല്ല, ഞാൻ തിന്നുകയാ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാർവതി അമ്മയോട് ചോദിക്കൂ. എനിക്കും കുറച്ച് കൊണ്ടുവരണേ. ഈ ലഡ്ഡു എല്ലാം അവൻ ഒറ്റയ്ക്ക് തിന്നു തീർക്കും. ഗണേശൻ തന്റെ ഇളയ സഹോദരൻ കാർത്തികേയനെ വളരെ സ്നേഹിക്കുന്നു. എന്നാൽ ഈ രണ്ട് സഹോദരങ്ങൾക്കുമിടയിൽ ചില സൗന്ദര്യ പിണക്കങ്ങളും ഉണ്ടെന്നറിയാമല്ലോ. ഗണേശന് വായിക്കാനും ഗ്രന്ഥങ്ങളുമൊക്കെ വളരെ ഇഷ്ടമാണ്. എപ്പോഴും വായന തന്നെ. എന്നാൽ കാർത്തികേയൻ വീരശൂരപരാക്രമിയാണ്. നല്ല സ്വാദ്. ജ്യേഷ്ഠ വാ, നമുക്ക് നദിയിൽ കുളിക്കാൻ പോകാം. നീ പോയിക്കോ, ഞാൻ ഇന്ന് ഒരുപാട് തിന്നുപോയി. എനിക്ക് ഉറക്കം വരുന്നു. ഒത്തിരി കഴിച്ച് ഇപ്പോൾ പൊണ്ണത്തടിയനായില്ലേ ജ്യേഷ്ഠ? ആ, നീ പറഞ്ഞത് ശരിയല്ല. ഏയ്, അത് വെറുതെ ജ്യേഷ്ഠ. ജ്യേഷ്ഠൻ എന്നോടൊപ്പം ഓടാൻ പോലും ആവില്ല. നീ എന്റെ ശക്തിയെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. നാരായണ നാരായണ, നിങ്ങളിൽ രണ്ടുപേരിൽ ആരാണ് വീരൻ? ഇതിന്റെ തീരുമാനം ഒരു മത്സരത്തിലൂടെയാണ് നിർണയിക്കേണ്ടത്. എന്ത് മത്സരമാ മുനിവര്യ? നിങ്ങൾ രണ്ടാളും വിശ്വം മുഴുവൻ 3 പ്രാവശ്യം കറങ്ങി വരണം. ആദ്യം ആരാണെത്തി മാതാപിതാക്കളെ വന്ദിക്കുന്നത് ആ ആൾ വിജയായി തീരുമാനിക്കപ്പെടും. നാരായണ നാരായണ. ലോകം മുഴുവനും 3 പ്രാവശ്യം ചുറ്റണം. എനിക്ക് തലയിറക്കം വരുന്നു പ്രഭു. എനിക്ക് സമ്മതമാണ്. എനിക്കും സമ്മതം.
കണ്ടല്ലോ, എന്റെ 3 പ്രാവശ്യത്തെ കറക്കം കഴിഞ്ഞു മുനിവര്യ. അതെങ്ങനെ? ഗണേശന് ഇവിടെ നിന്ന് എങ്ങും പോയില്ലല്ലോ. താങ്കൾക്ക് എല്ലാം അറിയാമല്ലോ മഹർഷി. എന്റെ മാതാപിതാക്കൾ മുഴുവൻ വിശ്വമാണ്. അവർക്ക് ചുറ്റും കറങ്ങിയാൽ കറങ്ങിയില്ലേ ലോകം മുഴുവൻ. ജ്യേഷ്ഠ, ഇതുവരെ പോയില്ലായിരുന്നോ? എന്തു പറ്റി? മടിയായിരുന്നോ? വേഗം പറ. ഇദ്ദേഹം നിങ്ങൾക്ക് മുമ്പേ വിശ്വത്തിൽ 3 പ്രാവശ്യം ചുറ്റി വന്നു. ഇപ്പോൾ ഇദ്ദേഹം വിജയ സമ്മാനവും വാങ്ങിക്കഴിഞ്ഞു. നാരായണ നാരായണ. ഇല്ല, ജ്യേഷ്ഠൻ എന്തോ വേലത്തരം കാട്ടിയിട്ടുണ്ട്. വേലത്തരമൊന്നുമില്ല, ബുദ്ധി കാട്ടി. നാരായണ നാരായണ. ശരി ജ്യേഷ്ഠ, വാസ്തവത്തിൽ വിശ്വത്തിന് 3 വലം വെച്ച് വന്നല്ലോ. എന്നാൽ പറയൂ, എന്തൊക്കെ കാഴ്ചകൾ കണ്ടു? 7 മഹാനദികൾ, 4 മഹാസമുദ്രം, ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടി, ലോകത്തെ ഏറ്റവും വലിയ നദിയായ നീൽ നദി ഇനിയുമുണ്ട്. മതി മതി, ജ്യേഷ്ഠൻ വിജയിച്ചു. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു? ഒരു ചെറിയ ബുദ്ധിയിലൂടെ. പക്ഷേ എനിക്കിന്ന് വിശ്വാസം വന്നിരിക്കുന്നു. എന്റെ അനുജൻ നിസ്സാരക്കാരനല്ല. യഥാർത്ഥത്തിൽ ഈ മത്സരത്തിന്റെ ശരിക്കുള്ള വിജയി നീ തന്നെ അനുജ. ആഹാ. ഒരിക്കൽ ചന്ദ്രനുമായിട്ടും ഗണേശൻ നേരിയ രീതിയിലൊന്ന് മുട്ടി. രാത്രി സമയം 4 പാടും മഞ്ഞു വീണ പർവ്വത മുകളിൽ നിലാവ് പരന്നിട്ടുണ്ട്. നടക്ക്, വേഗം നടക്ക്. വിഡ്ഢി മൂഷക, എന്നെ തള്ളിയിട്ടോ? ഞാൻ എന്ത് ചെയ്യാനാ? ഈ പാമ്പ് നമ്മുടെ മാർഗം തടഞ്ഞില്ലേ? ക്ഷമിക്കണേ പ്രഭു, ക്ഷമിക്കണേ. ഞാൻ അല്പം ധൃതിയിലായിരുന്നു. എന്റെ ലഡ്ഡു മുഴുവൻ കളഞ്ഞു. അത് ശരി, ഇനി നീ തന്നെ ഇതിനെ സൂക്ഷിച്ചോളണം. ഇനി എവിടെ പോകും? പ്രഭു പതുക്കെ, പ്രഭു വേദനിക്കുന്നു, പ്രഭു പതുക്കെ, പ്രഭു പ്രഭു. പൊണ്ണത്തടിയൻ ഗണപതി ലഡ്ഡുവുമായി വീണല്ലോ.
എന്നെ കളിയാക്കുകയാണോ ദുഷ്ടചന്ദ്ര? നിന്റെ മുഖം ഇത്രമാത്രം തിളങ്ങുന്നത് കൊണ്ടാണോ ഈ അഹങ്കാരം? അത് നശിച്ചു പോട്ടെ. പ്രഭു, നിനക്ക് നിന്റെ നിലാവില്ലാതെ പോട്ടെ. നിന്നെ ആര് നോക്കിയാലും അവർക്കും നല്ലത് ഭവിക്കില്ല. ഇല്ല പ്രഭു. ക്ഷമിക്കണം പ്രഭു, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഞാൻ അങ്ങയോടൊപ്പം നേരം പോക്കിന് ചെയ്തതാണ്. എനിക്ക് മാപ്പ് തരൂ. ഈ കറുത്ത മുഖവുമായി ഞാൻ എങ്ങനെ കഴിയും? അങ്ങയുടെ ഹൃദയം വിശാലമാണ് പ്രഭു. ഞാൻ അങ്ങയുടെ ചരണത്തിലാണ് ഭഗവാനെ. എന്റെ വെളിച്ചം എനിക്ക് തിരിച്ചു തരണം. എനിക്ക് ക്ഷമ തന്നാലും പ്രഭു, ക്ഷമ തന്നാലും. ക്ഷമിച്ചാലും പ്രഭു, ക്ഷമിച്ചാലും. എഴുന്നേൽക്കൂ ചന്ദ്ര, താങ്കൾ ദേവനാണ്. ആരുടെയും ശാരീരിക ദുർബലതയിൽ കളിയാക്കുന്നത് നിങ്ങൾക്ക് ചേർന്നതല്ല. അങ്ങ് സത്യം തന്നെയാണ് പറഞ്ഞത് ശ്രീഗണേശ. ഞാൻ ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല. ദയവായി എനിക്ക് ക്ഷമ തന്നാലും. ശരിയാ പ്രഭു. ചന്ദ്രന്റെ നിലാവില്ലെങ്കിൽ രാത്രിക്ക് പിന്നെ എന്തു ഭംഗിയാണുള്ളത്. ക്ഷമിച്ചാലും പ്രഭു. ചന്ദ്രദേവ, ഞാൻ താങ്കൾക്ക് തന്ന ശാപം ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല. പക്ഷേ ഞാൻ ഒരു വരം നൽകാം. നിങ്ങളുടെ മുഖത്തെ കറുപ്പ് പതുക്കെ പതുക്കെ മാറും. അതുപോലെ പതുക്കെ പതുക്കെ തിരികെ വരികയും ചെയ്യും. സൃഷ്ടിയിലുള്ളവർ താങ്കളുടെ അവസ്ഥയിൽ ഖേദിക്കില്ല. നന്ദിയുണ്ട് ഭഗവാനെ. അങ്ങേക്ക് വളരെ വളരെ നന്ദി. ഇതാണ് എന്റെ പുത്തൻ ബംഗ്ലാവ്. ഇതെന്റെ പുതിയ കാർ. ഇതാണ് ധനം. ഇനി എനിക്ക് നന്നായി വിലസാം. ധനം ലക്ഷ്മി ദേവിയാണ്. കുബേരനും അത് തന്നെ ചെയ്തു. എങ്ങനെയെന്നോ? ശരി, നമുക്ക് നോക്കാം. ഹര ഹര മഹാദേവ. പ്രഭുവിന്റെ പാദങ്ങളിൽ ഈ ദാസന്റെ പ്രണാമം. മാതാവ് പാർവതി ദേവിക്കും പുത്രൻ ഗണേശനും ഈ ഉള്ളവന്റെ പ്രണാമം. ഭഗവാൻ, അങ്ങയുടെ ചരണത്തിലേക്ക് ഒരു ക്ഷണവുമായി വന്നതാണ്. എന്ത് ക്ഷണം? നമ്മുടെ പ്രാർത്ഥന എന്തെന്നാൽ നിങ്ങളൊക്കെ എന്റെ കൊട്ടാരത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങണം. ഇദ്ദേഹം ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്ന ഉദ്ദേശം സ്വന്തം ധനവും ആർഭാടവും കാണിക്കാനാണ്. നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചാലും പ്രഭോ. ക്ഷമിക്കണം മഹാരാജാവ് കുബേരൻ. കൈലാസപർവ്വതം വിട്ടുവരിക എന്നത് നമുക്കിഷ്ടമല്ല. പിന്നെ ഭർത്താവില്ലാതെ എനിക്കും വരാൻ കഴിയില്ലല്ലോ കുബേര. അതു ശരി.
അപ്പോൾ ഭഗവാന്റെ ഭവനത്തിൽ നിന്നും നമുക്ക് നിരാശനായി മടങ്ങണം. ഇല്ല മഹാരാജാവേ, അങ്ങ് ഇത്രയും സ്നേഹത്തോടെ വന്ന് ക്ഷണിച്ചതല്ലേ? താങ്കളുടെ ക്ഷണം നമുക്ക് സ്വീകാര്യമാണ്. അങ്ങ് നമ്മുടെ ബാലൻ ഗണേശനെ കൂട്ടിപ്പോകൂ. ഇവന് സ്വാദിഷ്ടമായ ഭക്ഷണം നന്നേ ഇഷ്ടമാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ പ്രഭു. വരണം ശ്രീ ഗണേശ. പോകട്ടെ പിതാവേ. വരൂ മൂഷിക. അകത്തേക്ക് വന്നോളൂ. വന്നോളൂ ശ്രീ ഗണേശ. നല്ല സ്വാദുണ്ട്. വേഗം കൊണ്ടുവാ.
ഇനി എവിടുന്ന് നാം കൊണ്ടുവരും? മൊത്തം പട്ടണത്തിലെയും ആഹാരം കഴിഞ്ഞുവല്ലോ. എനിക്ക് അതൊന്നും അറിയണ്ട. ഞാൻ നിങ്ങളുടെ അതിഥിയാണ്. എന്റെ വിശപ്പ് മാറ്റുക എന്നത് നിങ്ങളുടെ കടമയാണ്. ആഹാരം കൊണ്ടുവരൂ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിടിച്ചു തിന്നും. ഓടിക്കളഞ്ഞോ? പിന്നെ ഞാൻ എന്ത് കഴിക്കും? രക്ഷിക്കണം പ്രഭോ, രക്ഷിക്കണം. നാം അങ്ങയുടെ കരുണ കാക്കുന്നു. നമ്മെ രക്ഷിക്കണം. എന്തുപറ്റി മഹാരാജ കുബേര? ഇത്രയും പരിഭ്രമിക്കുന്നു എന്തിനാ? പ്രഭോ, നോം ഇനി അങ്ങയോട് ഒന്നും മറച്ചു വെക്കുന്നില്ല. അങ്ങയുടെ പുത്രൻ ഗണേശന്റെ വിശപ്പ് അടങ്ങുന്നില്ല. നമ്മെ ഭക്ഷിക്കുമെന്ന് പേടിപ്പിക്കുന്നു. എന്താണിത്? അങ്ങ് ധനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഉറവിടമാണ്. ഒരു കുട്ടിക്ക് വയറു നിറയെ ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലെന്ന് വെച്ച് നമ്മോട് ക്ഷമിക്കണം സ്വാമി. നാം അഭിമാനം കൂടി അങ്ങയെ ക്ഷണിക്കാൻ വന്നതായിരുന്നു. പക്ഷേ ഗണേശൻ നമ്മുടെ അഹങ്കാരത്തെ തല്ലി തകർത്ത് കളഞ്ഞു. ശരി, നല്ലത് തന്നെ. ഏതായാലും അങ്ങക്ക് സ്വന്തം തെറ്റു മനസ്സിലായല്ലോ. ധനം, ധാന്യം എന്നിവ കൊണ്ട് സമ്പന്നനായ ഒരാൾ ഫലം നിറഞ്ഞ വൃക്ഷം പോലെയാകണം. തല കുനിച്ച് വിനീതനായിരിക്കണം. ഗണേശൻ വിജയിക്കട്ടെ. ഇതാ നാം ഒരു പാത്രം ചോറ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും കൂടി അങ്ങോട്ട് ഭക്ഷിച്ചാലും. ഇത്രയും ചോറ് തിന്നാൽ എനിക്കെന്താകാൻ? എന്നാലും കൊണ്ടുവാ. ആഹാ, വളരെ സ്വാദുള്ള ചോറ്. എന്റെ വയറ് നിറഞ്ഞു. അങ്ങ് ധന്യനാണ് പ്രഭു. നാം അതിഥി സൽക്കാരം വേണ്ട രീതിയിൽ ചെയ്തില്ലാന്ന് തോന്നുന്നു. അതിന് ക്ഷമ ചോദിക്കണു. അത് സാരമില്ല. ഇനിയൊരു ദിവസം ഭക്ഷണത്തിന് വിളിച്ചാൽ മതി. ഇല്ല, ക്ഷമിക്കണം പ്രഭു, ക്ഷമിക്കണം. പ്രഭു, താരകാസുരൻ കാർത്തികേയനെ തോൽപ്പിക്കാൻ വേണ്ടി കൈലാസ പർവ്വതത്തെ മുഴുവൻ ആക്രമിക്കുകയാണ്. അവിടെ ശങ്കര ഭഗവാനുമില്ല. നമ്മൾ എന്ത് ചെയ്യും? പേടിക്കരുത്. ഈ താരകാസുരന്റെ അവസാനം എന്റെ അനുജൻ കാർത്തികേയന്റെ കൈകൊണ്ടാകും. നമ്മൾ യുദ്ധത്തിൽ കൈലാസത്തിൽ നിന്ന് കാർത്തികേയനെ സഹായിക്കും. വരൂ അനുജ. ഈ സൃഷ്ടിയെ താരകാസുരന്റെ പരാക്രമങ്ങളിൽ നിന്ന് മുക്തയാക്കാനുള്ള സമയമായി. അങ്ങനെ ആകട്ടെ ജ്യേഷ്ഠ, അങ്ങ് വ്യാകുലപ്പെടേണ്ട. ഞാൻ ഇപ്പോൾ തന്നെ ഈ പാപിക്ക് ചെയ്ത കർമ്മത്തിന്റെ ശിക്ഷ നൽകി ഈ ഭൂമിയെ അയാളുടെ പരാക്രമങ്ങളിൽ നിന്ന് മോചിപ്പിക്കും.
കുടിമാറാത്ത ബാലൻ നമ്മോട് പൊരുതുകയോ? ഇവനെ ഞാനിപ്പോ ഉറുമ്പിനെ പോലെ ഞെരിക്കും. അതിനായി എനിക്ക് എന്റെ സൈനികരിൽ ഒരാൾ മാത്രം മതി. ചിരിച്ചോളൂ മൂർഖനായ രാക്ഷസ. മരിക്കുന്നതിന് മുമ്പ് എത്രത്തോളം ചിരിക്കാമോ അത്രത്തോളം ചിരിച്ചോളൂ. എന്തെന്നാൽ നാളെ മുതൽ നീയും കാണില്ല, നിന്റെ ചിരിയും കാണില്ല. നമ്മോട് ഇത്തരത്തിൽ കുരയ്ക്കുന്നോ ബാലക? ഇപ്പോൾ നാം നിന്നെ നമ്മുടെ കൈമുഷ്ടികളിൽ ഒതുക്കി പിഴിഞ്ഞെടുക്കും.
ഗണേശന്റെ കുഞ്ഞുനാളിലുള്ള രസകരമായ കഥകൾ ഇനിയുമുണ്ട്. പക്ഷെ അതൊക്കെ ഇനി ഒരിക്കൽ. गणेश है।